ഏറ്റവും ഒരു ജുഡീഷ്യൽ ഓഫീസറിന് ചെയ്യാൻ കഴിയുന്നതും ഒരു ജഡ്ജിക്ക് ചെയ്യാൻ കഴിയുന്നതും അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത സമൂഹത്തിൽ നിലനിർത്തുക. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കേസുമായിട്ട് ഒരു ജഡ്ജിയുടെ മുന്നിലേക്ക് പോകുമ്പോൾ ഈ ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്ന ആളാണ് എന്നൊരു തോന്നലുണ്ടായാൽ പരാതി കൊടുക്കാൻ പോലും തോന്നില്ല. കാര്യം അത് വളരെ പാഴായ യത്നമാണ്. അത്തരം വിശ്വാസക്കേട് ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഇന്നലെ ഒരു കാര്യം ചെയ്തു. വിവാദ പരാമർശം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ കൊളീജിയത്തിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു എന്നാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്ത. സുപ്രീം കോടതി കൊളീജിയമാണ് ഇത് ചെയ്തത്. അദ്ദേഹം അലഹബാദിൽ ചെയ്ത കാര്യം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രസംഗമാണ്. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഈ ആരോപണ വിധേയനായ ജഡ്ജി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളച്ചൊടിച്ചതാണ്. പതിവ് കേൾക്കുന്ന ഒരു ആരോപണം. നമ്മൾ ആരെങ്കിലും പരാതി പറഞ്ഞാൽ ആ പ്രസംഗം അങ്ങനെ ആയിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ എത്രയോ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തു. എന്തായാലും ജഡ്ജിയുടെ വിശദീകരണം സുപ്രീം കോടതിയുടെ കൊളീജിയം മുഖവിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല, ആ വിശദീകരണം കോടതി തള്ളിക്കളഞ്ഞു. മാത്രമല്ല സുപ്രീം കോടതിയുടെയും കോടതികളുടെയും അന്തസ്സ് ജഡ്ജിമാർ നിലനിർത്തണം എന്നുകൂടി സുപ്രീം കോടതി ആവശ്യപ്പെട്ടു എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതിയുടെ അന്തസ്സും കോടതിയുടെ വിശ്വാസ്യതയും നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ 3 തൂണില്ലേ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ആ 3 തൂണിന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നത് പരമപ്രധാനമായ കാര്യമാണ്. ഒരു കാരണവശാലും പക്ഷപാതപരമായി പെരുമാറുന്ന ഒരു വിധികർത്താവാണ് താനെന്ന് ഒരു ജഡ്ജിയും പൊതുമധ്യത്തിൽ പെരുമാറാൻ പാടില്ല എന്നാണ് എൻ്റെയും വ്യക്തിപരമായ അഭിപ്രായം. വിനിത വി ജി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. വിനിത, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ കൊളീജിയത്തിനെ വളരെ അസ്വസ്ഥപ്പെടുത്തിയ കാര്യമാണ് ഈ ജഡ്ജി ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സുപ്രീം കോടതി ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരാമർശം വിവാദമായതിനെ തുടർന്ന് അതിൽ ഇടപെടുകയും അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് കൊളീജിയത്തിന് മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. തുടർന്ന് ഇന്നലെ വൈകിട്ടോടെ അദ്ദേഹം അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് കൊളീജിയത്തിന് മുൻപിൽ ഹാജരായി. അദ്ദേഹം നൽകിയൊരു വിശദീകരണം തന്റെ ഈ പ്രസംഗം അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായിരുന്നുവെന്നായിരുന്നു. പക്ഷേ ആ വിശദീകരണം കൊളീജിയം തള്ളിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഒരു ജഡ്ജി എന്ന നിലയിൽ അത് ജുഡീഷ്യറിയുടെ അന്തസ്സും മര്യാദയും ഒക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ വീഴ്ച വരുത്തിയെന്നാണ് കൊളീജിയം വിലയിരുത്തിയത്. തുടർന്ന് ഇത്തരം സമീപനങ്ങൾ ഇനി ഉണ്ടാകരുതെന്ന് അദ്ദേഹത്തിന് താക്കീത് നൽകിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ജുഡീഷ്യറിയിൽ മേലുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഒരുപക്ഷെ ഓഫീസിനുള്ളിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോഴോ ആ വിശ്വാസം അങ്ങനെ തന്നെ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഒരു ജഡ്ജി എന്ന നിലയിൽ അത്തരത്തിലേക്കുള്ളൊരു മര്യാദ അത് പാലിക്കേണ്ടതായിട്ടുണ്ടെന്നും കൊളീജിയം ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇനി ഇത്തരത്തിലേക്കുള്ള പരാമർശങ്ങൾ ഉണ്ടാകരുതെന്നാണ് താക്കീത് ചെയ്തിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും ഒപ്പം തന്നെ ഒരു സമുദായത്തിനെതിരെ ചില രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ, മുത്തലാഖും ഒപ്പം ബഹുഭാര്യത്വം ഒക്കെ ഒരു സമുദായം ഇപ്പോഴും അവരുടെ അവകാശമായി കൊണ്ടു നടക്കുന്നുവെന്നും ഒക്കെയായിരുന്നു അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. തുടർന്ന് ആ പരാമർശം വലിയ വിവാദമാവുകയും സുപ്രീം കോടതി ഇതിൽ ഇടപെടണമെന്ന് ലോയേഴ്സ് യൂണിയൻ അടക്കം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടത്. അദ്ദേഹത്തെ ഇന്നലെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തിട്ടുണ്ട്. ഇനി ഇത്തരത്തിലേക്കുള്ള പരാമർശങ്ങൾ ഉണ്ടാകരുതെന്നും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പക്ഷെ അതേസമയം ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം എന്ന് തുടങ്ങിയ ചില ആവശ്യങ്ങളൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ട്. അത്തരത്തിലേക്കുള്ള ഒരു കടുത്ത നടപടിയിലേക്കൊന്നും തന്നെ ഈ ഘട്ടത്തിൽ കൊളീജിയം പോയേക്കില്ല എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തെ താക്കീത് കൊണ്ട് ആ ഒരു നടപടിയിലേക്ക് മാത്രം ഒതുങ്ങുകയാണെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വി ജി. ഇദ്ദേഹത്തിന് ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം നടക്കുമെന്ന രീതിയിൽ സൂചനയുണ്ടായിരുന്നു. എന്തായാലും കർക്കശമായി ഈ ജഡ്ജിയെ താക്കീത് ചെയ്ത സാഹചര്യത്തിൽ ഇനി ഇംപീച്ച്മെൻറ്റ് പോലെയുള്ളൊരു പരിപാടിയിലേക്ക് കടക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.